നിലവിലിപ്പോൾ എക്കണോമിക് സർവേയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 2027 സാമ്പത്തിക വർഷത്തിലെ GDP ഏകദേശം 6.8% മുതൽ 7.2% വരെയുള്ളൊരു വളർച്ച കൈവരിക്കും എന്നൊരു കാര്യമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള ചില കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 2015 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് അതുമായി ബന്ധപ്പെട്ട എക്സ്പോർട്ടുകളൊക്കെ തന്നെ ഏകദേശം ഒരു 18,000 കോടി രൂപയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു. നിലവിലത് 30 മടങ്ങിൻ്റെ ഒരു വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 2025 സാമ്പത്തിക വർഷമായപ്പോഴേക്കും 5.45 ലക്ഷം കോടി രൂപയുടെ വലിയ ഒരു വർധനവ് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ സെക്കൻഡ് ലാർജസ്റ്റ് മൊബൈൽ ഫോൺ മാനുഫാക്ചർ ആകാൻ വേണ്ടിയിട്ടും സാധിച്ചു എന്നൊക്കെയുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കൂടാതെ ഇത്രത്തോളം ഗ്ലോബൽ അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇന്ത്യയുടെ സംബന്ധിച്ചിടത്തോളം 2027 സാമ്പത്തിക വർഷത്തിൽ ഒക്കെ തന്നെ വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നൊരു കാര്യമൊക്കെ തന്നെയാണ് നിലവിലിപ്പോൾ ഒരു എക്കണോമിക് സർവേ നിലവിലിപ്പോൾ സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്.